പ്ലസ് വൺ സ്റ്റുഡൻസ്, അങ്ങനെ നിങ്ങളുടെ മോഡൽ എക്സാം പ്ലസ് വൺ മാത്സിൻ്റെ കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ആൻസർ കീയാണ് നമ്മൾ ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ എല്ലാ ആൻസേഴ്സും ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാ ട്രിക്സും എന്താണ് നിങ്ങൾക്ക് പറ്റിപ്പോയ മിസ്റ്റേക്സ് എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അത്യാവശ്യത്തിന് ഡിഫിക്കൽട്ട് പേപ്പറായിരുന്നു. അത്യാവശ്യത്തിന്, ഇറ്റ് ഈസ് നോട്ട് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്, അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിരുന്നു. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട്, ആൻസർ പേപ്പർ കിട്ടി, എത്ര മാർക്ക് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ആവാത്ത സംഭവം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് അടുത്തെടുത്തിരുന്ന ലൈവിൽ എനിക്ക് അത് പ്രത്യേകം ഫോക്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു പറയാം മക്കളെ. എൻ്റെ അഭിപ്രായത്തിൽ പേപ്പർ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പേപ്പർ എക്സ്പെക്ട് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കുടുങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ഈസി, മീഡിയം, ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഞാൻ ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് എന്താണ്, ഔട്ട് ഓഫ് സിലബസോ അല്ലെങ്കിൽ തരാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻ അങ്ങനെയൊന്നുമല്ല. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഡെഫിനറ്റ്ലി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ്. പക്ഷേ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഏതെങ്കിലും മൂലയെന്നോ കോർണറിലോ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ തിയറി, നമ്മുടെ മാത്സിൻ്റെ തിയറിയിൽ നിന്ന് പൊതുവെ ക്വസ്റ്റ്യൻസ് വരാറുണ്ടാവില്ല അല്ലേ. പക്ഷേ ഈ പ്രാവശ്യം ട്രിഗ്നോമെട്രി എന്നൊക്കെ തിയറിയിൽ നിന്ന് വന്നു. പത്താം ക്ലാസ് സ്റ്റേറ്റ് സിലബസ് അല്ലാത്ത കുറച്ച് കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സോ നിങ്ങൾ CBSE 10th പഠിച്ചവർക്കാണെങ്കിൽ ഒരു ക്വസ്റ്റനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ടാൻ 1, ടാൻ 2, ടാൻ 3 അതൊക്കെ 10th CBSEയിൽ നിന്ന് അങ്ങനെ തന്നെ പൊക്കിയ ക്വസ്റ്റൻ ആണ്. നിങ്ങളുടെ 11th അത് കാണൂല, പക്ഷേ ഇതിൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് അങ്ങനത്തെ ട്രിക്കി ക്വസ്റ്റൻ കൂടി എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സെറ്റ്സിൻ്റെ ക്വസ്റ്റനൊക്കെ സിമ്പിളാണ്. ആകെ നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ആകുമ്പോൾ 1, 4, 2, 2 അതൊക്കെ വരും. -1, -4 വരും. ഓക്കെ, അങ്ങനത്തെ സാധനങ്ങൾ ആൻസേഴ്സ് ഞാൻ പിന്നെ ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റനിലേക്ക് നിങ്ങൾ കുറേ കുഴപ്പമായി ഉണ്ടാവുക. നിങ്ങൾ ഈ കോർഡിനേറ്റ് ഓഫ് ബി ഇത് അല്ലേ, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അത് sin θ cos θ ആണ് വരിക. ആദ്യം x എന്ന് പറയുമ്പോൾ cos θ, അത് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്, പുതിയ വാക്കാണെന്നുള്ളൂ. ഇത് ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്, അത് പണ്ടത്തെ ഒരു ഡിലീറ്റഡ് സിലബസ് എന്നുള്ള സംഭവമാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് ഡിലീറ്റഡ് ആയിരുന്നു, എന്തിനാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്, ക്ലിയർ ആയിട്ട് പറഞ്ഞത് ഒരു തെറ്റുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിൽ നിന്ന് നമുക്ക് ഔട്ട് ഓഫ് സിലബസ് പോലെയുള്ള ടോപ്പിക്സും വരാം. പക്ഷെ എങ്ങനെയാണ് അത് സിലബസിലുള്ളത് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഈസി ക്വസ്റ്റൻ ആയിരുന്നു ഇത്. ഓക്കെ, നിങ്ങൾക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യണം, ഒരു ഫോർമുല ഉപയോഗിച്ചാൽ മതി. മീഡിയം ഇത് ഈസി ക്വസ്റ്റൻ ആയിരുന്നു. എലിപ്സിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അങ്ങനെ തന്നെ ക്വസ്റ്റൻ. ഇത് 3D എന്ന് സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഈ ടൈപ്പ് ക്വസ്റ്റൻ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റൻ ആണ്, പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫിക്കൽട്ടായി തോന്നുന്നു വരും. ടെക്സ്റ്റ് ബുക്ക് ടൈപ്പ്. ഓക്കെ, പിന്നെ ഇത് മീഡിയം ഒരു ക്വസ്റ്റൻ, സെറ്റ്സിൽ നിന്നുള്ള ചോദ്യം. ഇത് ഗ്രാഫിൻ്റെ ക്വസ്റ്റൻ ഈസി ആയിരുന്നു. നിങ്ങൾ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് ചെയ്താൽ മതി. ഇത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനായിരിക്കും മാത്രം ഒരു കോംപ്ലക്സ് നമ്മളെ ബുദ്ധിമുട്ട്. ഓക്കെ, അതും ബുദ്ധിമുട്ടല്ല, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പേടിയുണ്ടാകും. പക്ഷേ ഞാൻ എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇത് സിമ്പിൾ ലീനിയർ ഇനീക്വാളിറ്റീസ് ക്വസ്റ്റൻ ആണ്. ഇവിടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ കാർഡ് ക്വസ്റ്റ്യൻ ഇന്നേ വരെ ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ. 3 റെഡും 1 ബ്ലാക്കും അല്ലേ. നമുക്ക് എപ്പോഴും 2 റെഡ് 2 ബ്ലാക്ക്, 4 സെയിം ഷേപ്പ്, 4 ഡിഫറെൻറ്റ് ഷേപ്പൊക്കെയാണ്. ഇത് എക്സാക്ട്ലി 3 A's. ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഡിഫിക്കൽട്ട്. ഇത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇന്നേ വരെ വരാത്തതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷേ ഇന്നത്തോടെ അത് ക്ലിയർ ചെയ്ത് തരാം. പിന്നെ NCC ക്വസ്റ്റ്യൻ ഇത് നമ്മുടെ പ്രോബിലിറ്റി അങ്ങനെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, സെറ്റ് സൈഡ് റേറ്റഡ്. ഇത് നമ്മുടെ മീഡിയം സ്ട്രേറ്റ് ലൈൻ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഇത് കുറേ ആൾക്കാർ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ 16 നിങ്ങൾക്ക് കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ, സർക്കിൾ, സ്ട്രേറ്റ് ലൈൻ, അതേപോലെ തന്നെ ഇതും എന്താണ് പാരബോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ഡിഫിക്കൽട്ട് ആണെന്ന് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, കിട്ടിയവരും കമൻറ്റ് ചെയ്ത്. ഓക്കെ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് സ്ട്രേറ്റ് ക്വസ്റ്റൻ. ഇതും സ്ട്രേറ്റ് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റൻ, പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിരിക്കും, പൊതുവേ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിലെ ക്വസ്റ്റൻ ആയതുകൊണ്ട്. ഇതാണ് 10th ക്ലാസ് CBSEയിൽ നിന്ന് പൊക്കിയ ക്വസ്റ്റൻ. ഓക്കെ, ടാൻ 1, ടാൻ 2, ഇത് അങ്ങനെ തന്നെ ക്വസ്റ്റൻ ഉണ്ട്. ഓക്കെ, സൈനൊക്കെ വെച്ചിട്ട് അതിന് സിമ്പിൾ ട്രിക്കുള്ള 1 മാർക്ക് ക്വസ്റ്റൻ ആണ് അല്ലേ. 1 മാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് നമ്മൾ ചെയ്ത ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ഇതായിരിക്കും പിന്നെയും പ്രൂവ് ദാറ്റ് ക്വസ്റ്റനിൽ ഇത് 3 ടേം വരുമ്പോൾ ഈ 4ഉം 2ൻ്റെയാണ് ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ 3 ആയിട്ട് കോമൺ ആയിട്ട് കിട്ടും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത ക്വസ്റ്റൻ ആണ്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ +1 ആൻഡ് +2 ഓരോ വർഷം പേപ്പർ ടഫർ ആയിക്കൊണ്ടിരിക്കുക. ടഫർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ അല്ല. ടെക്സ്റ്റ് ബുക്കിൽ ഏതെങ്കിലും കോർണറിന്നോ മൂലയിൽ നിന്ന് കിടക്കുന്നത് SSLCയിൽ അത് കാണാനുണ്ട്, +1ലും കാണാനുണ്ട്, +2ലും കാണാനുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം 10-20 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് A+ അല്ലെ Aയും കൂടി എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം, നന്നായിട്ട് മാർക്ക് മേടിക്കാൻ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചസിൽ ജോയിൻ ചെയ്യാം. +2 ബാച്ചിലാകുമ്പോൾ നമ്മൾ അടുത്ത വർഷം നിങ്ങൾ ഫുൾ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള കാണാം. ഫുൾ ലൈവ് ക്ലാസ് ഉണ്ടാവും. ഓരോ ചാപ്റ്റർ എല്ലാ കാര്യം ലൈവ് ക്ലാസ്സുമായിട്ടുണ്ട്, വേറെ സെപ്പറേറ്റ് കേട്ടോ. അത് രണ്ടും ഉണ്ടാവും. അതിൻ്റെ റെക്കോർഡിംഗ് ഡെഫിനറ്റ്ലി കിട്ടും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്നും പേടിക്കേണ്ട, എല്ലാം നമ്മൾ ചെയ്യും. അതുപോലെ മാത്സ് ഒക്കെ വരുമ്പോൾ NCERTയിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഓക്കെ, ഇത്രയും തന്നെ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം കഴിയും. അപ്പോൾ NCERT ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് മാത്സിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാൻ വളരെ പെട്ടെന്ന് തന്നെ. ഇപ്പം നിങ്ങൾ +2 ബാച്ചസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് +1 ക്രാഷ് ബാച്ചിലുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. +1 ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ ഐ ഏർജ് യു, നിങ്ങൾ നിർബന്ധിക്കുകയാണ്, നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഉപയോഗിക്കുക. ഷോർട്ട് നോട്ട്സ് എല്ലാ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഷോർട്ട് നോട്ട്സ് ലൈവുകൾ ആപ്പിലുണ്ട്.
അത് കാരണം നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ട്സ് ഉപയോഗിക്കുക, ക്ലാസ് ഉപയോഗിക്കുക, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ഉപയോഗിച്ചാൽ സെറ്റായി. ഇനി ആവശ്യത്തിന് നിങ്ങൾ NCERT സൊല്യൂഷൻസ് നോക്കിയാൽ ബെസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ പ്ലസ് ടുവിലെങ്കിലും നിങ്ങൾ ഈ മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ നോക്കുക. പ്ലസ് വണ്ണിൽ ഇനിയും സമയമുണ്ട്, പ്ലസ് ടുവിൽ വരുത്താതിരിക്കാൻ നോക്കുക. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, വേഗം അഡ്മിഷൻ എടുത്താൽ. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് ആൻസർ പേപ്പറിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കമൻറ്റ് വന്നിട്ടുണ്ടാവും ആൻസർ കീ സ്റ്റാർട്ടിങ് അറ്റ് 5:20. അപ്പോൾ അനാലിസിസും കൂടി ഒന്ന് കാണട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ കീ ഫസ്റ്റ് എന്താണ്, ഒരു റിലേഷൻ തന്നിട്ടുണ്ട്, ഡിഫൈൻഡ് ഓൺ ഇൻറ്റീജേഴ്സ്, ഡൊമെയിൻ, റേഞ്ച്, നമ്പർ ഓഫ് എലമെൻറ്റ്സ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 നമ്പർ മൾട്ടിപ്ലൈ x × y എന്താണ് 4 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പൊതുവേ വരെ 1, 4, 2, 2 എന്നൊക്കെ വരും, അതൊക്കെ വരും. ഇത് ഇൻറ്റീജേഴ്സ് ആണ്, എക്സും വൈയും ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ x നെഗറ്റീവ് ആവും, y നെഗറ്റീവ് ആവും. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് നമ്പർ വേണമെങ്കിൽ ഒന്നുകിൽ ഇവൻ പോസിറ്റീവ്, അല്ലെങ്കിൽ ഇവൻ രണ്ടും നെഗറ്റീവ്. 1, 4, 4, 1 മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. -1, -4, -4, -1 എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത 4, 2, 2, -2, -2. അപ്പോൾ ഇത്ര ആൾക്കാരുണ്ട്. ഓക്കെ, ആദ്യം വരുന്ന ആൾക്കാർ x ആണ്, രണ്ടാമത് വരുന്നത് y ആണ്. ആ കാര്യം ഓർക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ എഴുതി 1, 4, 4, 1 അതെല്ലാം കൂടി എഴുതി. ഇനി എന്താ കിട്ടുന്നത്, ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്ന എലമെൻറ്റ്സ്. ഓക്കെ, 1, 4, -1, -4, 2, -2. ഞാൻ ഓർഡറിൽ എഴുതിയെന്നുള്ളൂ, നിങ്ങൾ ഓർഡറിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. റേഞ്ചും സെയിം ആൾക്കാർ, രണ്ടാമത്തെ ആളാണെന്നുള്ളൂ. പക്ഷേ ഈ സെറ്റിൽ എല്ലാം എന്താ റിലേഷൻ, രണ്ടും റേഞ്ചും ഡൊമെയിനും സെയിം ആണ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതൊരെണ്ണം 1, 2, 3, 4, 5, 6. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾ ഈ മൾട്ടിപ്ലിക്കേഷനിൽ ഇത് മാത്രം ആലോചിക്കാൻ നോക്കുക. അതിനാ ടേബിൾ വരച്ച് വെച്ചു. ഓക്കെ, റെഡി. സെക്കൻഡ് ആണ് ഈ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ്. മക്കളെ ഇതിനെന്താണ് വിളിക്കാന്ന് പറയുക, യൂണിറ്റ് സർക്കിൾ. എന്തുകൊണ്ട് യൂണിറ്റ് സർക്കിൾ? നിങ്ങൾ വളരെ ഇമ്പോർട്ടൻറ്റ്, ട്രിഗ്നോമെട്രി സ്റ്റാർട്ട് ചെയ്യുന്ന മൊത്തം ഇതാ. ട്രിഗ്നോമെട്രി ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഈ സാധനം കാണും, ഒരു ട്രയാങ്കിളും കാണും. ഓക്കെ, ഇനി ഇവിടുത്തെ x, y എന്ന് പറയും. ഒരു യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒറിജിനിലാണ് സെൻറ്റർ ആൻഡ് എന്താണ് ഇവിടെ 1, 0, 1 റേഡിയസ് 1 അല്ലേ, റേഡിയസ് 1 അതാണ് 1 എന്ന് പറഞ്ഞാൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു പോയിന്റ്, ഈ സർക്കിളിൽ ഏതൊരു പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് x, y എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് എന്താണ്, കോസ് തീറ്റ ആണ് എക്സ് കോർഡിനേറ്റ് ആൻഡ് സൈൻ തീറ്റ ആണ് അതിൻ്റെ y കോർഡിനേറ്റ്. നിങ്ങൾ ഫിസിക്സിലൊക്കെ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവും, പക്ഷേ മാത്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ x കോർഡിനേറ്റ് ഇവിടെ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഇത് ഇവിടെ എന്താണ് ആംഗിൾ, ഇവിടെ തീറ്റ എത്രയാണ്, തീറ്റ 0 അല്ലേ, 0 ഡിഗ്രി. അപ്പോൾ എന്താണ് കോസ് 0, സൈൻ 0. അപ്പോൾ എന്താണ് വരിക, കോസ് 0 എത്ര മക്കളെ 1, 0 ശരിയല്ലേ. ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കിയേ, കോസ് ഇവിടെ 90 അല്ലേ, ഇവിടെ 90 ഡിഗ്രി, കോസ് 90, സൈൻ 90. അപ്പോൾ എത്ര വരിക, കോസ് 90 എന്ന് പറയുമ്പോൾ 0, സൈൻ 90 1. അപ്പോൾ 0, 1 ഇവിടെ അങ്ങനെ വരും. അപ്പോൾ ഓരോ പോയിന്റ് എന്ന് പറയുമ്പോൾ കോസ് തീറ്റ, സൈൻ തീറ്റ ഇൻ സർക്കിൾ, യൂണിറ്റ് സർക്കിൾ. അപ്പോൾ റേഡിയൻ മെഷർ ആദ്യം 180 ഡിഗ്രി റേഡിയൻ ആക്കാൻ ഒരു പണിയില്ല, × π/180 ചെയ്യുക, 5π/6 കിട്ടും. ഓക്കെ, അത് കിട്ടും. ഇനി കോസ് ഈ 150 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ കോസ് തീറ്റ സൈൻ തീറ്റയിൽ ഇടണം. ഇത്രയും സ്റ്റെപ്പുകളൊന്നും ചെയ്യണം, ഞാൻ കാണിച്ചതുള്ളൂ. കോസ് 150, സൈൻ 150 അത് ഞാൻ ഇങ്ങനെ ആക്കി പൈയിലേക്കാക്കി കുറച്ചുകൂടി സിമ്പിളാക്കാൻ. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഇട്ടാൽ കിട്ടുന്ന കാര്യമുള്ളൂ. പക്ഷേ -√3/2 ഇങ്ങനെ എഴുതിയില്ല മാർക്ക് കിട്ടുക, -1.732 ഇട്ടാൽ /2 ഇട്ടാൽ മാർക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും കറക്റ്റ് മെത്തേഡ്. 5π/6 π - π/6 ആക്കി രണ്ടും. അപ്പോൾ ഇതെവിടെയാണ് π - π/6 ആണ് ഇവിടെ. ഇത് ഏത് കോർഡിനേറ്റിലാണ് മക്കളെ, അലൻസാർ തോട്ടിൽ ചാടി ട്രിക്കൊക്കെ ലൈവിൽ പഠിപ്പിച്ചിട്ടുണ്ട്, മറക്കണ്ട. സൈൻ്റെ കോർഡിനല്ല, സൈൻ്റെ കോർഡിനലാകുമ്പോൾ കോസ് നെഗറ്റീവും സൈൻ പോസിറ്റീവും, -√3/2 1/2. ഓക്കെ, ഇതാണ് ആൻസർ വരേണ്ടത്. പഠിച്ചു വെച്ചോ, ഇത് തിയറി, ടെക്സ്റ്റ് ബുക്ക് തിയറി പ്യോർലി അവിടെ നിന്ന് എടുത്താണ്. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ, അസോസിയേഷൻ വാക്ക് ഒരു പുതിയ വാക്കാണ്, പക്ഷെ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഹൗ മെനി ഡിഫറെൻറ്റ് വേസ് മക്കളെ, 11 ലെറ്റേഴ്സ് ഉണ്ട്. 11 ലെറ്റേഴ്സിൽ A 2 പ്രാവശ്യം, S 2 പ്രാവശ്യം, I 2 പ്രാവശ്യം, O 2 പ്രാവശ്യം. അപ്പോൾ 2 ഫാക്ടോറിയൽ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. സോ ആൻസർ വിൽ ബി 24,94,800. എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക, അങ്ങനെ ഞാൻ പിന്നും ചെയ്ത് വെക്കാം. സോ ദാറ്റ് ഞാൻ പെട്ടെന്ന് ചെയ്തുകൊണ്ടാണ്, ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അസോസിയേഷനിൽ 24,94,800 അല്ലേ. ഇനി അതിന് സെക്കൻഡ് പാർട്ട് എന്താ, വവൽസ് ടുഗെദർ. വവൽസ് ആയിരിക്കും മക്കളെ AOIAIO. അപ്പം അയ്യോ ആണ്. ഓക്കെ, 6 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവന്മാരെയൊക്കെ നമ്മൾ ഒരു ലെറ്റർ ആയിട്ടാണ് കരുതുന്നുള്ളൂ. പിന്നെ 2, 3, 4, 5, 6. അപ്പം ടോട്ടൽ ഇപ്പം എത്ര ഉണ്ട്, ഇവൻ ഒരു ലെറ്റർ, ബാക്കി 1, 2, 3, 4, 5. അപ്പോൾ 6 ലെറ്റേഴ്സ്. അപ്പോൾ അതാണ് 6 ഫാക്ടോറിയൽ. അതിൽ S 2 പ്രാവശ്യമുള്ളതുകൊണ്ട് 2 ഫാക്ടോറിയൽ വെച്ച് ഡിവൈഡ് ചെയ്തു. ഇനി ഈ വവൽസ് എപ്പോഴും അയ്യോ ഒന്നും ആവണമെന്നില്ല, EIO OA എന്നൊക്കെ ആവാം, അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവാം. ഇപ്പോൾ ഈ 6 ലെറ്റേഴ്സ് നമുക്ക് അറേഞ്ച്മെൻറ്റ് 6 ഫാക്ടോറിയൽ ഉണ്ട്. അതിൽ A 2 പ്രാവശ്യം, I 2 പ്രാവശ്യം ഇതുള്ളതുകൊണ്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അവസാനം നമ്മൾ ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32,400 വരും. ഓക്കെ, ഇതാണ് സംഭവം. കാൽക്കുലേഷൻ കറക്റ്റ് ആണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, പിന്നെ മക്കളെ ഇമ്പോർട്ടൻറ്റ് കാര്യം, മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, ആ ക്വസ്റ്റ്യൻസ് മൊത്തം ബൈഹാർട്ട് ചെയ്തതുപോലെ ഇമ്പാണ്. ആ പാറ്റേൺ മനസ്സിലാക്കുക, ഫസ്റ്റ് കാര്യം. സെക്കൻഡ് കാര്യം എന്താ മനസ്സിലാക്കേണ്ടത്, ഇനിയുള്ള ലൈവുകളിൽ എല്ലാവരും ഫുൾ അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫിസിക്സ് ആകട്ടെ, കെമിസ്ട്രി ആകട്ടെ, ബയോളജി ആകട്ടെ എല്ലാ കാര്യങ്ങളും യൂട്യൂബ് ചാനൽ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അത്
നെറ്റ് ഇന്ത്യ, കാരണം നമ്മൾ ഈ പാറ്റേണിൽ നിന്ന് നിങ്ങൾക്ക് കുറേ പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾ പ്രോപ്പറായി പഠിച്ചു പോയ കുട്ടിയാണെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ വീണ്ടും പറയാണ്, ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം ബൈഹാർട്ട് ചെയ്തിട്ടല്ലേ, പഠിച്ചു പോയാൽ എന്തും കിട്ടും. ഇറ്റ്സ് നോട്ട് അബൌട്ട് പ്രഡിക്ഷൻ, ഇറ്റ്സ് അബൌട്ട് ഡെഡിക്കേഷൻ. ഓക്കെ, പഠിച്ചു പോയാൽ ഒരു 10 ക്വസ്റ്റ്യൻ പഠിച്ചൊന്നും പോകണ്ട, എല്ലാം പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടിക്കോളും. ഇനി 3-4 ക്വസ്റ്റ്യൻ വിട്ടാലും ഫുൾ മാർക്ക് കിട്ടാനുള്ള മെത്തേഡ്സ് ഒക്കെ ഞാൻ പറയുന്നുണ്ട്. ലൈവ് വന്ന് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, പിന്നെ ഷോർട്ട് നോട്ട്സ് വേണമെങ്കിൽ ബാച്ചിൽ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ഓക്കെ, റെഡി. ഇനി ഇത് നമ്മുടെ സ്ഥിരം ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റൻ ആണ്, ഞാൻ എക്സ്പാൻഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ പറയും സാർ ഇത് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റൻ ആണ്, റൈറ്റ് ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്. ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമുക്ക് പണ്ട് TR+1 ടേമിൻ്റെ ഒരു ഫോർമുല ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ NCR A⁻n−r എന്നൊക്കെ പറഞ്ഞൊരു ഫോർമുല ഉണ്ടായിരുന്നു. ഓക്കെ, അത് സാർ എന്താണ്, അത് ഡിലീറ്റഡ് സിലബസ് ആണ്, എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്, അതിന് മീനിങ് എന്താ? ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇല്ലാത്തൊരു ടേം, എക്സ് ഇല്ലാത്ത ടേം. മകളെ ഇതിൽ എക്സ് ഉണ്ട്, ഇതിൽ എക്സും രണ്ടിലും ഉണ്ട് അല്ലേ. അപ്പോൾ ഇവൻ എക്സ് ഉണ്ട്, ഇവിടെ 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 എക്സ് ഉണ്ട്, താഴെയാണെങ്കിൽ മേലാണ്. ഇവിടെ എക്സ് ഇല്ല, അത്രേ ഉള്ളൂ. ഇവർ ചോദിച്ചത് ഫ്രം പാർട്ട് 1. ഇവർ പറഞ്ഞത് ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾ ബൈ ഹാർട്ട് ഔട്ട് ഓഫ് സിലബസ് പഠിക്കാനല്ല. ആദ്യത്തെ ആൻസറിൽ നിന്ന് നോക്കിയിട്ട് പറയാം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ഏത് ടേമാ. നടുക്കുന്ന ടേം എപ്പോഴും ആവണമെന്നില്ല. ഇവിടെ എക്സും ഇവിടെ 1/x സെയിം ആയതുകൊണ്ട് കട്ടായി പോയി നടുക്കിൽ എക്സ് ഇല്ല. പക്ഷെ പൊതുവേ ഇവിടെ വരാം, ചിലപ്പോൾ ഇവിടെ വരാം, ചിലപ്പോൾ ഇവിടെ വരാം, ചിലപ്പോൾ അങ്ങനെ എവിടെ വേണം വരാം. ഇവിടെ 20 ആണ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്. അപ്പോൾ നമ്മളിവിടെ 20 എന്ന് എഴുതും. അത്രയുള്ള ആൻസർ അതാണ് എഴുതേണ്ടത്. ഔട്ട് ഓഫ് സിലബസ് അല്ല എന്ന് കാര്യം മനസ്സിലാക്കണം. അത് ബേസിക് മാത്തമാറ്റിക്കൽ നോളജാണ്. വീണ്ടും പറയാം, നിങ്ങളുടെ മിസ്റ്റേക്കോ അല്ലെ ടീച്ചേഴ്സ് എക്സാം ഉണ്ടാക്കുന്ന ടീച്ചേഴ്സിൻ്റെ മിസ്റ്റേക്ക് അല്ല. ഇത് നിങ്ങളുടെ ലെവൽ കൂട്ടുന്ന, എക്സാമിൻ്റെ ലെവൽ കൂട്ടുന്നതാണ്. അപ്പം നമ്മളും റെഡി ആയിരിക്കണം, കാരണം അവർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ റെഡി ആവാം. ഇത് ഔട്ട് ഓഫ് സിലബസ് അല്ല, ആ കാര്യം ഒന്ന് ക്ലിയർ ആവാം. നമുക്ക് കുറേ കൂടുതൽ വിചാരിക്കുന്നുണ്ടാവും. അപ്പം ഇത് കുറേ വർഷങ്ങളായിട്ട് എടുക്കുന്നതുകൊണ്ട് ഉള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറയാനുള്ളത് ഔട്ട് ഓഫ് സിലബസ് അല്ല. ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 25 ടേമുള്ള ഒരു എക്സ്പാൻഷൻ എന്നിട്ട് പറയാം എക്സ്പാൻഷൻ ടേം ഉപയോഗിക്കാൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കണം. കാരണം നിങ്ങൾക്ക് 25 ടേം എഴുതി തീർക്കാൻ പറ്റൂല. അപ്പോഴാണ് ഫോർമുല ഉപയോഗിക്കേണ്ടത്. അല്ലാണ്ട് ഫ്രം പാർട്ട് 1 ഇതിൽ നിന്ന് നോക്കി എഴുതാൻ മാത്രമുള്ളൂ നിങ്ങളുടെ പണി. ഓക്കെ, കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കിട്ടിയില്ലെങ്കിൽ ഓവർ വിഷമിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം എന്താ, ഇനിയും ചാൻസ് ഉണ്ട്, ഇനി നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. ഓക്കെ, റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 2,0 ആൻഡ് പാരലൽ ടു y ആക്സിസ്. ഇതൊക്കെ അൻസാറിൻ്റെ ലൈവ് ക്ലാസ് നന്നായിട്ട് പ്രോപ്പറായി കണ്ടവർക്ക് അറിയാം. ഇതിൻ്റെ തിയറിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ. y ആക്സിനോട് പാരലൽ ലൈൻ x=b അല്ലെങ്കിൽ x=a എന്നൊക്കെ വരും അല്ലേ. y ആക്സിനോട് പാരലൽ, y ആക്സിസ് എന്ന് പറയുമ്പോൾ x=0 എന്നറിയാലോ. ഈ ലൈൻ എന്ന് പറയുമ്പോൾ x=0 ആണ്. ഇതെന്താണ്, ഇത് 2 കൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് x=2 എന്നുള്ള ലൈൻ വരും. അത് തിയറി കണ്ടോ, തിയറി എന്നാണ്. പൊതുവേ സ്ട്രെയിറ്റ് ലൈൻസ് എപ്പോഴും നമ്പർ തരും, സ്ലോപ്പ് കണ്ടുപിടിക്കുക, അത് കണ്ടുപിടിക്കാന്നൊക്കെ. ഇവിടെ തിയറി ബേസിക് 10ാം ക്ലാസ്സിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ടൈപ്പ് തിയറിയാണ്. അവർ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ടുണ്ടെന്ന് നന്നായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ 10ാം ക്ലാസ്സിലും പഠിക്കുന്നുണ്ട്. +1 ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻ, അതിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഓക്കെ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ്. മക്കളെ, ഒരു ലൈനും ഒരു പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫസ്റ്റ് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവന്മാർ ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തോ രീതിയാണ്, ജനറൽ ഫോം അല്ല. നമ്മൾ അവനെ ജനറൽ ഫോം, ആ ലൈനെ ഞാൻ ജനറൽ ഫോം ആക്കി. ഇതാണ് ജനറൽ ഫോം. ഓക്കെ, ഇതാണ് ജനറൽ ഫോം. 12x - 5y. ഇനി ഇത് കൊണ്ടുപോയിട്ട് ഈ ഡിസ്റ്റൻസ് ഫോർമുല ഇടണം. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ഫോം ഈ എക്സിന് പകരം ഈ 2 ഇടുക, ഈ -1 ഇടുക, വൈന് വരെ ഇതിടുക. ഓക്കെ, ഇത് ഡിവൈഡ് ബൈ √(a² + b²). ഓക്കെ, ആ ഫോർമുല പഠിച്ചവർക്ക് അറിയാം. ഇതാണ് ആൻസർ ഇട്ട് mod 65/√13², 65/13 5 യൂണിറ്റ്സ് ആണ് ആൻസർ. ഓക്കെ, ഇനി എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എക്സിന് താഴെ വലിയ നമ്പർസ് 6, ഇവിടെ 4ൻ്റെ സ്ക്വയർ. അപ്പോൾ എയും ബിയും കിട്ടി. സീനുള്ള ഫോർമുല എന്താ, a² b² + c². സി നമുക്ക് കിട്ടി √20 അഥവാ 2√5. ഏത് എഴുതിയാലും കുഴപ്പമില്ല, രണ്ടും കറക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സി വെച്ചിട്ട് നമ്മൾ ഫോക്കായി കണ്ടുപിടിച്ച്, ഫോക്കായി x ആക്സിസ് മേജർ ആക്സിസിലാണ് വരിക. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 16/3 ആണ്. ആൻഡ് ഇ എന്ന് പറയുമ്പോൾ എക്സെൻട്രിസിറ്റി ബൈ എന്താണ്, c/a √20/6 അല്ലെങ്കിൽ √5/3. ഇത് ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി, അത് പ്രശ്നം, രണ്ടും കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി നമ്മുടെ 3Dയിലാണ്. XY പ്ലെയിനിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് പറയുമ്പോൾ XY പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഏത് ലെറ്റർ ഇല്ലാത്തത്, Z ഇല്ല, Z 0. XY ഏത് നമ്പർ വേണമാവാം. ഓക്കെ, ആൻഡ് നമ്മൾ ഡിസ്റ്റൻസ് പറയുമ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇവർ പറയുന്നത് എന്താണ്, നിങ്ങൾ മനസ്സിലാക്കുക ഒരു പേപ്പറിൽ നിന്ന് ഈ പോയിന്റ് എത്ര ദൂരമുണ്ട്. എനിക്ക് വേണമെങ്കിൽ ദൂരേക്ക് ഇത് പറയാം, പക്ഷേ ഇപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇത് XY പ്ലെയിനാണ്. അപ്പോൾ XY പ്ലെയിൻ എനിക്ക് x1, 2, 3, 4 ഏത് വേണം വരാം. അപ്പോൾ XY നമ്മൾ ഈ സെയിം XY, സോ 3, 6 എന്ന് പറയുന്നത് XY പ്ലെയിനിൽ നമ്മൾ 3, 6 തന്നെ എടുക്കുന്നുണ്ട്. ഈ സ്ഥലത്ത് നമ്മൾ 3ഉം 6ഉം എടുക്കുന്നു. Z മാത്രം 0, കാരണം Z ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഈ Z യൂണിറ്റ്സ് മാത്രമേ വ്യത്യാസമുണ്ട്, 4 യൂണിറ്റ്സ് ആണ്. നിങ്ങൾ mod Z എഴുതിയാൽ ആൻസർ കിട്ടി, പക്ഷേ ഞാൻ കാൽക്കുലേഷൻ കാണിച്ചിട്ട് 4 യൂണിറ്റ്സ്. ഓക്കെ, ഷോ ദാറ്റ് ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. നമുക്ക് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ ഉറപ്പിച്ച ട്രയാങ്കിൾ ഐസോസെലസ് ആണ്. √18 അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ,
ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റൻ നമ്മുടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻ, ഇതേ ക്വസ്റ്റൻ ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ എന്താണ് Na⁻n-1 എന്നുള്ള ഫോർമുല ഉപയോഗിക്കുക. സോ അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതും നമ്മൾ ചെയ്യേണ്ട സെയിം ക്വസ്റ്റൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടുന്ന് നേരെ ആൻസർ കിട്ടൂല. അപ്പോൾ നിങ്ങൾക്ക് n-ന് 1 ഇടാം, 2 ഇടാം, 3 ഇടാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത കുട്ടിയാണ് നേരെ ഒരു 4ഉം 5 ഒക്കെ വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, 4 ഇട്ടാൽ നിങ്ങൾക്ക് 32 കിട്ടും, 32 അല്ല 80 കിട്ടേണ്ടത്, 5 ഇട്ടാൽ നിങ്ങൾക്ക് 80 കിട്ടും. അപ്പോൾ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സാമിന് സമയം കളയാൻ 1ഉം 2ഉം നിങ്ങൾ ആലോചിക്കേണ്ട, 5 വെച്ച് തുടങ്ങാം, 4 5 വെച്ച് തുടങ്ങാം. കാരണം 80 എന്നുള്ള നമ്പർ കിട്ടാൻ കുറച്ച് വെയിറ്റ് ആവും. ഓക്കെ, ഇനി ഇവിടെ ഇതായിരിക്കും കൺഫ്യൂഷൻ. ഓക്കെ, ലിമിറ്റ് സാറ് ഇത് ഏത് ലിമിറ്റ് അപ്ലൈ ചെയ്യുക? ഫസ്റ്റ് തന്നെ നിങ്ങൾ കാണേണ്ടത് sin πx ഉണ്ട്, താഴെ എക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇവിടെ പൈ ഇട്ടാൽ sin πx/πx എന്ന് കിട്ടി. അപ്പോൾ പൈ മേലെയും താഴെയും കൊടുക്കണം. അപ്പോൾ ഇവൻ 1i അല്ലേ? അപ്പോൾ ഇവിടെ ലിമിറ്റ് എന്താണ് 1i. ഇനി π/cos 2x. സാർ അവിടെ എന്താണ് ചെയ്യുക? എക്സ് നമുക്ക് വെറുതെ മേലെയും താഴെയും കൊടുക്കാനൊന്നും പറ്റില്ല. ഓക്കെ, നിങ്ങളിതാ ഇവനെ നമ്മളിതാ പൈ മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു, sin πx/πx കിട്ടി. പിന്നെ ലിമിറ്റ് ഒന്നും കൂടി ഇത് കിട്ടി. ഇതെന്താണ്? ഈ ലിമിറ്റ് 1 ആണ്, അത് കിട്ടി. ഇനി സാർ π/cos 2x എന്താ ചെയ്യുക? ഇത് എനിക്ക് cos 2x എന്താണ്, അല്ലെ π-2x അങ്ങനെ എന്തെങ്കിലും ചെയ്യണം? വേണ്ട. നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഈ ലിമിറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ വെറുതെ എക്സിന് 0 ഇട്ട് കൊടുത്തത്. അപ്പോൾ എന്താണ്? cos 0 പ്രശ്നക്കാരല്ലേ, sin 0 പ്രശ്നം. cos 0 എത്രയും മക്കളെ? cos 0 എന്ന് പറയുമ്പോൾ 1. അപ്പം π/cos 2 × 0 cos 0, π/cos 0 എന്ന് പറയുമ്പോൾ π/1, പൈ ആണ് ആൻസർ. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കണം എപ്പോഴും നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ്. ഞാൻ സെറ്റ്സിൽ പഠിപ്പിക്കാൻ പ്രോപ്പർ സബ്സെറ്റ് എപ്പോഴും പഠിപ്പിക്കാറുണ്ട് അല്ലേ? 2n ആണ് ടോട്ടൽ സബ്സെറ്റ്സ്, -1 ആണ് പ്രോപ്പർ സബ്സെറ്റ്. അപ്പോൾ 15 ആണ് വരിക. ഓക്കെ, ഇനി നമുക്ക് എന്താണ് മാത്തമാറ്റിക്സ് എന്നുള്ള വേർഡും ഫിസിക്സ് എന്നുള്ള വേർഡിൽ ലെറ്റേഴ്സ് എഴുതുക, റെപ്പിറ്റേഷൻ എടുക്കുക. അപ്പോൾ മാത്തൈക്സ് എന്ന് വരും ആൻഡ് ഫിസിക്സ് എന്ന് വരും. ഓക്കെ, എസ് എന്തുകൊണ്ട് വീണ്ടും വന്നില്ല? റെപ്പിറ്റേഷൻ വേണ്ട. അവരുടെ യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും എന്താണ് ഗ്രാഫ് വയ്ക്കുന്നത്, വിച്ച് ഡസ് നോട്ട് റെപ്രസെൻറ്റ് എ ഫംഗ്ഷൻ. ഫംഗ്ഷൻ എല്ലാം എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് ചെയ്യുക, ഫംഗ്ഷൻ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് ഫംഗ്ഷൻ, ഈവൻ ഫംഗ്ഷനിൽ 2 പ്രാവശ്യം ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ഗ്രാഫ് എ. എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? സിഗ്നം ഫംഗ്ഷൻ. ഓക്കെ, സിഗ്നം ഫംഗ്ഷൻ. ഡൊമൈൻ എന്താണ്? എക്സ് ആണ്. ഓക്കെ, ഡൊമൈൻ ഇസ് എക്സ്, എക്സ് അല്ല, റിയൽ നമ്പേഴ്സ് എന്ത് വേണം ഇടാം. റേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? -1, 0 and 1. ഓക്കെ, -1, 0, 1 അത് സെറ്റായിട്ട് എഴുതണം കേട്ടോ. റൈറ്റ് ദ ഇക്വേഷൻ വിച്ച് ഗ്രാഫ് ബി റെപ്രസെൻറ്റ്. ബി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ വേവി ഫംഗ്ഷൻ, വേവ് പോലത്തെ ഫംഗ്ഷൻ. 0 0 കൂടെ പാസ് ചെയ്യുന്നു, ഒറിജിനിൻ്റെ കൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പറയാം ഇറ്റ് ഈസ് sin x. cos x എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങനെ പാസ് ചെയ്താൽ ഇവിടെ കൂടെ 1, 0 കൂടെ പാസ് ചെയ്യും. ഓക്കെ, അതാണ് വ്യത്യാസം. ഇത് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇതേത്തെ ഗ്രാഫ് 1/x, ഇതേത്തെ y² 4x, പാരബോള. ദിസ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ. ബി റെപ്രസെൻറ്റ് അത് കഴിഞ്ഞു. ഓക്കെ, ഈ സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മക്കളെ ഐ ഏർജ് യു, നിങ്ങൾ +2 സെറ്റാക്കണം. +2 എങ്കിൽ ആദ്യം മുതൽ പഠിച്ച് സെറ്റാക്കി തീർത്താൽ ലൈഫ് സെറ്റാവും, ആ കാര്യം മറക്കണ്ട. പിന്നെ നിങ്ങളുടെ +1 ആ ഷോർട്ട് നോട്ട്സും PYക്കും ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റൻസ് ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മാക്സിമം മാർക്സ് മേടിക്കുക. അത് ഫ്രീ ആയിട്ട് കിട്ടും ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ കോംപ്ലക്സ് നമ്പർ വന്നു, z = 1 + 2i സ്റ്റാൻഡേർഡ് ഫോം ആണ്. mod z², mod z ഉണ്ട്. ഈ mod z ഫോർമ √(a² + b², അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് പോയി. അപ്പം 1² + 2² 5 mod z². സെക്കൻഡ് ക്വസ്റ്റൻ ഇത് എപ്പോഴും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, നമുക്കറിയാം 0 + i. നിങ്ങൾ സ്റ്റാൻഡേർഡ് ഫോം കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും സ്റ്റാൻഡേർഡ് ഫോം ആക്കണം. ഓക്കെ, അപ്പം ഡിനോമിനേറ്ററിനെ കോൺജുഗേറ്റ് 1 + i മേലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് ചെയ്ത് നമുക്ക് കിട്ടും 0 + i. ഓക്കെ, ഒരിക്കലും വെറുതെ i എന്ന് എഴുതരുത്, 0 + i തന്നെ എഴുതണം, സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം. ഓക്കെ, 0 + 1i എന്ന് എഴുതുന്നത് ഈവൻ ബെറ്റർ. ഓക്കെ, റിയൽ പാർട്ട് 0 ആണ്, ഇമാജിനറി പാർട്ട് 1 ആണ്. അപ്പോൾ റിയൽ പാർട്ട് 0, ഇമാജിനറി പാർട്ട് 1. ഞാൻ വെറുതെ എഴുതിയെന്നുള്ളൂ എക്സ്ട്രാ ആയിട്ട്. ഓക്കെ, വെരിഫൈ ദാറ്റ് mod z = mod z കോൺജുഗേറ്റിൻ്റെ സെറ്റ്. mod z എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന 1 ആണ്. 0. ഓക്കെ, ഇനി കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ 0 + i ആയതുകൊണ്ട് ഇവിടെ എന്താണ് വരിക? 0 - i. ഓക്കെ, സിമ്പിൾ മാറി. mod z കോൺജുഗേറ്റിൻ്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ 0² + -1². അത് മാറ്റർ ചെയ്യുന്നില്ല, കാരണം എന്താണ്? -1ൻ്റെ സ്ക്വയറും 1ൻ്റെ സ്ക്വയർ സെയിം ആണ്. അപ്പോൾ എന്താണ്? സ്ക്വയർ ചെയ്യുമ്പോൾ എല്ലാം പോയി. അപ്പോൾ 1 തന്നെ കിട്ടി. അപ്പം mod z നമുക്ക് 1 കിട്ടി, കോൺജുഗേറ്റിൻ്റെ മോഡ് നമുക്ക് കിട്ടി 1. അപ്പോൾ 2 ഈക്വലാണ്. അത്രേ ഉള്ളൂ. അത് വെരിഫൈ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അത് പ്രൂഫൊന്നും വേണ്ട. ഓക്കെ, വേറെ പ്രൂഫ് നമ്മൾ പഠിക്കാനുണ്ട്. z × z bar = mod z² എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ലീനിയർ ഇനീക്വാലിറ്റീസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവസാനം കിട്ടുക -4 to ∞. x is greater than -4, so -4 to ∞. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ സെയിം ക്വസ്റ്റ്യൻ x less than or equal to 2. ഇതെന്താണ് നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ടീച്ചേഴ്സ് നിങ്ങൾ ഇവിടെ കുത്തി വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടാവും, അല്ല മേലെ എന്താണെങ്കിലും കറക്റ്റ് -∞ to ∞ വരയ്ക്കാൻ മറക്കരുത്. ഓക്കെ, ഇനി ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻ ആണ്. NC7 = NC5. സോ n എത്രയാണ്? n എന്ന് പറയുമ്പോൾ 7 + താഴത്തെ നമ്പേഴ്സ് ആഡ് ചെയ്യുക 12 കിട്ടും. ഓക്കെ,
ഇതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളത് കേട്ടോ, ചെക്ക് ചെയ്തോ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. 4 cards are drawn from 52 സ്റ്റാൻഡേർഡ്. ഓക്കെ, 3 റെഡും 1 ബ്ലാക്ക്. മക്കളെ 3 റെഡും 1 ബ്ലാക്ക് 4 കാർഡിൽ. ഇനി 3 റെഡ് എന്ന് പറയുമ്പോൾ എനിക്ക് എത്ര റെഡ് ഉണ്ട്? 26. അത്രേ ഉള്ളൂ. നിങ്ങൾ കുറേ കാൽക്കുലേഷൻ ഒന്നും വേണ്ട. നിങ്ങൾ ആദ്യം എൻ്റെ കയ്യിൽ 26 റെഡ് ഉണ്ട്, 3 എണ്ണം മതി. സോ 26C3 അത്രേ ഉള്ളൂ. ഇനി ബ്ലാക്ക് എന്ന് പറയുന്നത് എനിക്ക് 26 ബ്ലാക്ക് ഉണ്ട്, അതിൽ ഒരെണ്ണം മതി. ഇനി മൾട്ടിപ്ലിക്കേഷൻ, കാരണം 4 എണ്ണം സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേ നമ്മൾ അഡീഷൻ തുടങ്ങുള്ളൂ. 4 എണ്ണം സെലക്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഫുൾ മൾട്ടിപ്ലിക്കേഷൻ. സോ 26C3 എന്ന് പറയുമ്പോൾ ഇത് ഇൻറ്റു 26, ഇതാണ് ആൻസർ കിട്ടേണ്ടത്. ഓക്കെ, ഇനി എക്സാക്ട്ലി 3 A's എന്ന് പറഞ്ഞാൽ എനിക്ക് 3 A's വേണം, ബാക്കിയുള്ള 4 A's പറ്റില്ല. എനിക്ക് എക്സാക്ട്ലി 3 A's എന്ന് പറയുമ്പോൾ 4 A's പറ്റൂല, 2 A's പറ്റൂല, ഓക്കെ, 1 A's പറ്റൂല, 0 A's പറ്റൂല. ഓക്കെ, എനിക്ക് എന്താ കറക്റ്റ് 3 A's വേണം. മറ്റേത് എന്താണ്? ഒരു A's അല്ലാത്ത കാർഡായിരിക്കും, നോൺ A's കാർഡ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ നോൺ കിങ് അല്ല, നോൺ ഫേസ് കാർഡ് എന്ന് പറയും. അപ്പോൾ ഞാൻ 4 എണ്ണം സെലക്ട് ചെയ്യുമ്പോൾ 3 A's ഉണ്ടാവാൻ പാടുള്ളൂ, കുറവ് പാടില്ല, കൂടുതൽ പാടില്ല. ഓക്കെ, അതിൽ ബാക്കിയുള്ള നോക്കിയാൽ എനി നോൺ A's കാർഡ് അങ്ങനെ പറയുമ്പോൾ എന്താണ് മക്കളെ? 52 കാർഡുണ്ട്. അതിൽ എത്ര A's ഉണ്ട്? 4 A's ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ 48 ആൾക്കാർ നോൺ A's. അപ്പോൾ അങ്ങനെ പറയാം, നോൺ A's. ഓക്കെ, അവിടെ 4 കിങ് കാർഡും 4 നോൺ കിങ് കാർഡും പറയാം, 4 ക്വീൻ കാർഡും 4 നോൺ, ബാക്കിയുള്ള 48 നോൺ ക്വീൻ കാർഡ്. അങ്ങനെ മനസ്സിലായില്ലേ? അതാട്ടോ, അല്ലാണ്ട് നോൺ A's എന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നല്ല. ഓക്കെ, അപ്പോൾ അത് കിട്ടി. 48 A's അല്ലാത്ത കാർഡുണ്ട്, 4 A's ആയ കാർഡ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ 3 A's ഈ 4-ൽ നിന്ന് കിട്ടണം. ഓക്കെ, 4 A's എൻ്റെ കയ്യിലുണ്ട്, അതിൽ നിന്ന് 3 എണ്ണം ഞാൻ സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നു, 3 എണ്ണം. ഈ നാലാമത്തത് നിങ്ങൾ സാർ അപ്പോൾ നമ്മൾ 3 എണ്ണം എടുക്കുന്നുള്ളൂ, അപ്പോൾ 52 - 3 49 ആണ്. അല്ല, ഞാൻ 4 A's ഇവിടെ എടുത്തു വന്നു, അതിൽ നിന്ന് എനിക്ക് 3 എണ്ണം ഇവിടെ വരണം. ബാക്കിയുള്ള 48 കാർഡ് ഇവിടെ എടുത്ത് വെക്കുന്നു. ഓക്കെ, അതിൽ നിന്ന് ഒരെണ്ണം ഇവിടെ കൊടുക്കാം. ഓക്കെ, 48-ൽ നിന്ന് ഒരെണ്ണം എടുക്കണം, ഇവിടെ 4-ൽ നിന്ന് 3 എണ്ണം എടുക്കണം. അപ്പം 4C3, ബാക്കി 48C1. ഓക്കെ, നിങ്ങൾ പ്രോബബിലിറ്റി ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, എക്സാക്ട്ലി 3 കിങ്സ് 4 കിങ്സ് ഇൻ 7 ഹാൻഡ്സിൽ പറയുന്നൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ആൻസർ 192. ഓക്കെ, കിട്ടിയോ? ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാകും. ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. എന്ത് വന്നാലും നിങ്ങൾ തിയറി കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം വരില്ല. ഓക്കെ, ഇനി നമ്മുടെ NCC കുട്ടികളുടെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതൊരു ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട്. ആൻസറിൻ്റെ 1/2 8/50 സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്, അത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. 15th ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ട സ്ട്രേറ്റ് ലൈൻ തന്നിട്ടുണ്ട്, സ്ലോപ്പ് ഓഫ് ദ പെർപെൻഡിക്കുലർ. മക്കളെ ഈ ലൈൻ്റെ സ്ലോപ്പ് ആദ്യം കണ്ടുപിടിക്കുക. ഞാൻ എന്താണ് y ഇൻ്റർസെപ്റ്റ് ഫോം ആക്കി, y = mx + c ആക്കി, m 1/3. അത് ഈ ലൈൻ്റെ സ്ലോപ്പ്. അവർ ചോദിച്ചത് ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ഗിവൺ ലൈൻ. അപ്പോൾ ഇത് 1/3 ആണെങ്കിൽ മൈനസ് ആക്കുക, റെസിപ്രോക്കൽ ആക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം m1 × m2 = -1. m1 1/3 ആണെങ്കിൽ m2 എന്തായിരിക്കും? സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് -3 കിട്ടും. -3 ആണ് നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ ലൈൻ വേണ്ടത്. ഇക്വേഷൻ ഓഫ് ദ പെർപെൻഡിക്കുലർ ലൈൻ ടു ദ എബവ്. ഓക്കെ, ഇക്വേഷൻ ഓഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ ടു ഈ ലൈൻ ആൻഡ് പാസിംഗ് ത്രൂ ദ. അപ്പോൾ 1 2-ൽ കൂടെ പോകുന്നു, സ്ലോപ്പ് -3. അപ്പോൾ 1 2-ൽ കൂടെ പോകുന്നു, സ്ലോപ്പ് -3. ആൻസർ 3x + y + -5. ഇതാണ് കിട്ടുക ആൻസർ. ജനറൽ ഫോമിൽ അവസാനം എഴുതാണ്, ഫുൾ മാർക്കിന് കിട്ടുള്ളൂ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഈ തന്നിരിക്കുന്ന ലൈനും ഈ ക്വസ്റ്റ്യൻ 2 നീട്ടിയ ലൈൻ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ തന്ന ലൈൻ ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇവിടെ നീട്ടിയ ലൈൻ. ഈ രണ്ടും കൂടി എപ്പോഴാണ് ഇൻ്റർസെക്ട് ചെയ്യുക? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 2 നമ്പേഴ്സ് ഞാൻ റൈറ്റിലേക്ക് ആക്കിയിട്ട് നമ്മുടെ സോൾവിങ് ഇക്വേഷനും 2 വേരിയബിൾസ് 10ാം ക്ലാസ്സിൽ പഠിച്ചില്ലേ? അപ്പോൾ ഇതാണ് 2 ഇക്വേഷൻ കിട്ടുക. ഇന്ന് നോക്കിയാൽ എക്സിൻ്റെ ഇവിടെ 1, ഇവിടെ 3, ഇവിടെ -3, ഇവിടെ 1. അപ്പോൾ ഏതെങ്കിലും വേരിയബിൾ ഈക്വൽ ആക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ ഇത് കിട്ടി. ഇനി ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ചെയ്യുന്നു, അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ y = 17/10 കിട്ടി. അതുകൊണ്ട് ഏതെങ്കിലും ഇക്വേഷനിൽ കൊണ്ടുവരുന്നു, അപ്പോൾ എനിക്ക് x = 11/10 കിട്ടി. അങ്ങനെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇക്വേഷൻ 1 = ഇക്വേഷൻ 2 ചെയ്യുക, സോൾവ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കിട്ടും. പക്ഷേ എന്നാലും എവിടെയെങ്കിലുമൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ വരും. നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച സെയിം സംഭവമാണ്. വീണ്ടും ബാക്ക് ടു ബേസിക്സ്. 10ാം ക്ലാസ്സിലെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇത് അവിടെ നിന്ന് വരുന്നതാണ്. ഓക്കെ, റെഡി? അടുത്തത് ഇതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പണ്ട് 2020 സേ എക്സാമിലാണ് ഉണ്ടായിരുന്നു. പൊതുവേ സേ എക്സാം അഥവാ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് ഇങ്ങനത്തെ ടഫ് ക്വസ്റ്റ്യൻ വരും. ഞാൻ കണ്ടത് ഒരു പാരബോള അതിന് മേലെ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ടോ അങ്ങനത്തെ ഒരു. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനും പാരബോളയും തമ്മിലുള്ള ഇക്വേഷൻസ് ഒക്കെ വേണം. ബേസിക് ആണ്, അണ്ടർസ്റ്റാൻഡ്, തിയറി ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഫൈൻഡ് ദ ഫോക്കസ് എസ്. ഓക്കെ, ഓഫ് ദ ലെങ്ത് ഓഫ് ദ ലാറ്റിസ്. ഇതാണ് നമ്മുടെ പാരബോള. ഓക്കെ, അതിൻ്റെ ഫോക്കസ് കണ്ടുപിടിക്കണം, എസ് ആണ്. ഓക്കെ, അപ്പോൾ ഫോക്കസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം y² = 8x ആണെങ്കിൽ 4ax ഫോമാണ്. എ എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടി. അപ്പോൾ 2,0 ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പോൾ അത് കിട്ടി. എന്താണ്? എ ഫോക്കസ് കിട്ടി 2,0. അത് കുഴപ്പമൊന്നുമില്ല. LL ഡാഷ് എന്ന് പറയുമ്പോൾ ഈ ലൈൻ എന്താ മക്കളെ? ലാറ്റസ് റെക്ടം തന്നിട്ടുണ്ട്. ഇനി ചിലപ്പോൾ അടുത്ത പ്രാവശ്യത്തെ എക്സാം
ലാറ്റസ് റെക്റ്റത്തിനെ പറ്റിയിട്ട് നമുക്ക് കുറേ പഠിക്കാനുള്ള എന്താണ് 4A ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ നാളെ എക്സാമിന് ചോദിക്കുകയാണ് ഇങ്ങനത്തെ ഒരു ലൈൻ തന്നിട്ട് പറയുകയാണ് ഈ വരയുടെ ഡിസ്റ്റൻസ് ഇത് കണ്ടുപിടിക്കാൻ മതി. ഈ ഡിസ്റ്റൻസ് L1 എന്ന് പേരിടും. അവർ ലാറ്റസ് റെക്റ്റം ഈ പ്രാവശ്യം പറഞ്ഞു, അടുത്ത പ്രാവശ്യം പറഞ്ഞില്ലെങ്കിൽ തീരെ നന്നായിട്ട് അറിയുന്ന കുട്ടി, അല്ലെങ്കിൽ ആദ്യം മുതലേ വൺ ഷോട്ടും ക്ലാസ്സും കാണുന്ന കുട്ടിക്ക് അത് അറിയുള്ളൂ ലാറ്റസ് റെക്റ്റം. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇതൊരു എലിപ്സ്, ഈ ലൈനിൻ്റെ ഫോക്കസിൽ കൂടെ പോകുന്ന ഈ ലൈനിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ നിങ്ങളിങ്ങനെ വായും വിളിച്ചു നോക്കും, എന്ത് ചെയ്യും? അപ്പോഴാണ് നിങ്ങൾ ലാറ്റസ് റെക്റ്റം എന്താണെന്നും അത് ഡയഗ്രമാറ്റിക്കലി എങ്ങനെ വരുന്നു പഠിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കണം, ജിസ്റ്റ് ബിക്കോസ് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, +1 ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞ ഒരു കുട്ടി ഇത് അറിയണമെന്നാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ച കുറച്ച് പ്രശ്നം, അതാണ് ഈ പേപ്പർ നമുക്ക് ഹിൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ലാറ്റസ് റെക്റ്റം ലെങ്ത് 8 യൂണിറ്റ്സ് ആണ്. ഓക്കെ, 8 യൂണിറ്റ്സ് ആണ്, വളരെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അത് കിട്ടി. ഇനി ദ ലെങ്ത് ഓഫ് ദ ലാറ്റസ് സിസ്റ്റം. ഓക്കെ, ഇനി ഈ L1 ഇത് എന്താണ്? ഇറ്റ്സ് എ കോഡ് ടു ദ സർക്കിൾ സെൻറ്റർഡ് അറ്റ് ഒറിജിൻ. ഈ സർക്കിൾ ഒറിജിനിലാണ് സെൻറ്റർ വരുന്നത്. ഇതൊരു കോഡാണ് അല്ലേ, ഒരു കോഡാണ്. നിങ്ങൾക്കറിയാം കോഡും റേഡിയസ് എപ്പോഴും 90 ഡിഗ്രി അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇത് റേഡിയസ് ആണെന്ന് വളരെ ക്ലിയർ ആണ്. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. നമുക്ക് സർക്കിളിന് ഇക്വേഷൻ എഴുതണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? സെൻറ്ററും വേണം, റേഡിയസും വേണം. സെൻറ്റർ നമുക്കൊന്ന് 0 0, റേഡിയസ് എവിടെ നിന്ന് കിട്ടും? റേഡിയസ് കിട്ടേണ്ട കാര്യം ഈ പാരബോള. ഓക്കെ, ഈ പാരബോളിൽ ഇത് ഇൻ്റർസെക്ട് ഈ പോയിൻറ്റ്. നമുക്കൊരു പോയിന്റ് കിട്ടിയ സെൻറ്ററും കിട്ടി, ഈ പോയിൻറ്റും കിട്ടി, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ റേഡിയസ്. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇത്. ഓക്കെ, കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, നോക്കാം. നമുക്കറിയാം ഇത് 2,0 ആണെന്ന്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കണത് ലാറ്റസ് റെക്റ്റം 8 യൂണിറ്റ്സ് ആണല്ലോ ടോട്ടല്. അപ്പം മേലേക്ക് 4ഉം ഓക്കെ താഴേക്ക് 4ഉം പോവും. ഓക്കെ, അപ്പോൾ 2,0 എന്ന് മേലേക്ക് 4 പോയ ഈ പോയിന്റ് നമുക്കറിയാം 2,4. ഇനി അതല്ല, ഡയഗ്രാംസ് നന്നായിട്ട് പഠിച്ച ഒരു കുട്ടിക്ക്, ഇതിന് ഡെറിവേഷൻ നോക്കി വന്നൊരു കുട്ടിക്ക് അറിയാം. ഈ പോയിന്റ് ഓക്കെ, ലാറ്റസ് റെക്റ്റം എൻഡ് ചെയ്യുന്ന പോയിന്റ് A,2A, A,-2A. അത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, അറിയാമായിരിക്കും ചിലർക്ക്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് A എന്ന് പറഞ്ഞാൽ 2ഉം 2A എന്ന് പറയുമ്പോൾ 4, അപ്പോൾ 2,4 ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു സർക്കിളിൽ ഒരു പോയിന്റ് കിട്ടി. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസ് അത് കാൽക്കുലേറ്റ്. അപ്പോൾ സെൻറ്റർ കിട്ടി, പോയിന്റ്സ് ഓൺ ദ സർക്കിൾ നമുക്ക് 2 പോയിന്റ് കിട്ടി, ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ റേഡിയസ് എനിക്ക് കിട്ടി 2√5. അപ്പോൾ സർക്കിൾ x²(x-0) + y-0, സെൻറ്റർ 0 ആയതുകൊണ്ട് എന്താ 2√5² അതാണ് 20. അപ്പോൾ x² + y² 20 ആണ് ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ അതറിയണം ലാറ്റസ് റെക്റ്റം എന്താണെന്നും അതിൻ്റെ ഡിസ്റ്റൻസ് മേലേക്ക് താഴേക്ക് എത്രയെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ ഇത് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. അതിന് ഞാൻ സൊല്യൂഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ അതേ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്താണ് മക്കൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? സമ്മ് കണ്ടുപിടിക്കണം. ഓക്കെ, സമ്മ് കണ്ടുപിടിക്കണം. അതിൻ്റെ ഫുൾ ഫോർമുല ഇവിടെ വെച്ചിട്ടുണ്ട്. സം ഓഫ് 4 ടേംസ് ആണ് 240/7, അതിവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും കാണാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഈ സൊല്യൂഷൻ നിങ്ങൾക്ക് PDF ആയിട്ട് വേണമെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. അത്യാവശ്യം കമൻറ്റ് വന്ന് ഞാൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് ഡ്രൈവ് ലിങ്ക് തരാം കേട്ടോ. ഇനി cos x-ൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പ്രാവശ്യം cos x ഒരു 7 വർഷം വെച്ചിട്ടുണ്ട്, sin x ഒരു 6 വർഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആസ് എക്സ്പെക്റ്റഡ്. ഓക്കെ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ എക്സ്പാൻഷൻ അറിയിക്കണം. ആൻഡ് ഈ ലിമിറ്റ് അപ്ലൈ എന്താ 1 - cos h/h എന്ന് പറയുമ്പോൾ 1 ആണ്, 0 ആണെന്നുള്ള കാര്യം. അപ്പം ഇത് -sin x കിട്ടും. ഓക്കെ, ഈ cos x ഇത് ട്രിഗ്നോമെട്രിക് എക്സ്പാൻഷൻ, ഇത് ലിമിറ്റ്സിൻ്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞു. സ്ഥിരമായിട്ട് വരുന്നതാണ്, ബൈ ഹാർട്ട് പഠിക്കണം. ഓക്കെ, ഇനി ഇവൻ നമുക്ക് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്റർ വേണമെങ്കിൽ cos x വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും tan x + 1 ഡിവൈഡഡ് ബൈ tan x + 1 ഡിവൈഡ് ബൈ tan x - 1. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കോഷ്യൻ്റ് റൂൾ ഉപയോഗിക്കാം, പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് tan വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്തൊക്കെ ചെയ്യാം. അവസാനം എന്താണ്? നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ അവസാനം എന്താണ് ആൻസർ കിട്ടുക? ഓക്കെ, ഇത് നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാതെ ചെയ്യാം. അവസാനം ആൻസർ ഏകദേശം ഇങ്ങനെ വരും. കോഷ്യൻ്റ് റൂൾ ഉപയോഗിക്കാം, സിംപ്ലിഫൈ ചെയ്യാം, ഇഷ്ടമുള്ളത് ചെയ്തോ, ഡസൻറ്റ് മാറ്റർ, ആൻസർ അവസാനം കിട്ടിയാൽ മതി. ഓക്കെ, അവിടെ മെയിൻലി ഒരു ക്വസ്റ്റ്യൻ റൂൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യനായിരിക്കും നിങ്ങൾക്ക് ട്രിക്കി. നിങ്ങൾ 10th CBSE കഴിഞ്ഞ ഒരു കുട്ടിയാണ്, നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ആ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ പൊക്കിയ ക്വസ്റ്റ്യനാണ്. അങ്ങനെ 10th CBSE കഴിഞ്ഞൊരു കുട്ടിയാണെങ്കിൽ നിങ്ങളൊന്ന് അഗ്രി ചെയ്യും, നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പഠിച്ച കോംപ്ലിമെൻ്ററി ആംഗിൾ നിങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ 10th സ്റ്റേറ്റ് സിലബസ് അത്ര പഠിച്ചിട്ടില്ല ഇങ്ങനത്തെ സാധനം. ഓക്കെ, sin 90 - θ എന്ന് പറയുമ്പോൾ cos θ, cos 90 - θ എന്ന് പറയുമ്പോൾ sin θ. ഓക്കെ, അങ്ങനെ ഇങ്ങോട്ടൊക്കെ വരും. അതേപോലെ തന്നെ ഇവിടെ നിൽക്കുക tan 1, tan 2, tan 3 അങ്ങനെ പോയി tan 45 കഴിഞ്ഞ് tan 89, tan 90 വരില്ല, tan 89 വരെ വന്നു. ശ്രദ്ധിക്കുന്നത് എന്താണ്? നിങ്ങൾക്കറിയാം tan 1ഉം tan 89 എന്താണ് കട്ടായി പോകാൻ കാരണം എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. tan 90 - x cot x ആണ്. ആൻഡ് cot x എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 1/tan x ആണ്. അപ്പോൾ tan 90 - x വരുമ്പോൾ 1/tan x ആണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ tan 90 - x-ഉം tan x മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും. വിച്ച് മീൻസ് tan 1ഉം tan 89 മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടി. tan 2ഉം tan 88 മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടി. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവനൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും. ആൻഡ് tan 45 നടുക്കിൽ 1 ആയതുകൊണ്ട് ഒരു പ്രശ്നമല്ല. ബാക്കി എല്ലാ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്താൽ ഇവൻ 1 അങ്ങനെ പോയി ഇവിടെ ഒരു 1. അപ്പോൾ ആൻസറിൻ്റെ അവസാനം 1 വരിക. ഇത് മനസ്സിലാക്കേണ്ടത്
ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ പ്രതീക്ഷിക്കാം. സോ ദിസ് ഇസ് എ വെരി ട്രിക്കി 10th സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നേരെ എടുത്തതല്ല, പക്ഷെ നിങ്ങൾ അതിൻ്റെ തിയറി പഠിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഈ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. കോട്ട് π/6 എന്ന് പറയുമ്പോൾ നിങ്ങൾ tan π/6 വെച്ചിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, കോട്ട് π/6 എന്ന് പറയുമ്പോൾ tan π/6 1/√3 അതിൻ്റെ റെസിപ്രോക്കൽ എത്ര √3, അതാണ് √3. ഓക്കെ, കൊസിക് 5π/6 എന്ന് പറയുമ്പോൾ നിങ്ങൾ സൈൻ 5π/6 കണ്ടുപിടിക്കുക, അത് തിരിച്ചിടുക 1/2 ആകുമ്പോൾ 2 ആയി. ഓക്കെ, ബാക്കി നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. പ്രൂവ് ദാറ്റിന് ഒരിക്കലും ഒരു മിസ്റ്റേക്കും വരേണ്ട ആവശ്യമില്ല, ക്വസ്റ്റ്യനും ആൻസർ അവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ ആയിരിക്കും പ്രശ്നം. ഇത് പ്രൂവ് ദാറ്റ് നിങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ 3 ടേം വരുന്നോ 4 ടേം വരുന്നതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ അവസാനത്തെ ആൻസർ കോട്ട് 3x വേണം. നിങ്ങൾക്ക് ഇവിടെ 2ഉം 4ഉം കാണാം. അപ്പോൾ നിങ്ങൾ മനസ്സിലായി 2ഉം 4ൻ്റെയും നടുക്കിൽ വരുന്ന ടേമാണ് 3. അപ്പോൾ നിങ്ങൾ എന്താണ് cos 2xും cos 4xും ആഡ് ചെയ്യുക, cos ആഡ് ചെയ്താൽ 2 sin വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ എന്ത് വരും? cos വരുമ്പോൾ 2 cos വരും, മൈനസ് കോസ് ആണ് 2 sin. ഓക്കെ, -2 sin. അത് കോംപ്ലിക്കേറ്റഡ് ആക്കണം. ഇങ്ങോട്ട് വരാം. കോസും ഇവർ ആഡ് ചെയ്യണം. ഈ 2xും 4xും ആഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഫോർമുല നോക്കിയാൽ 4xും 2xും ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇതെന്ന് നോക്കിയാൽ 2 sin cos 3x. ഓക്കെ, 2 cos 3x ഇൻറ്റു cos x വരും, പ്ലസ് cos 3x, 2 sin 3x cos x വരും, ആൻഡ് sin 3x വരും. ഇതിൽ നിന്ന് നിങ്ങൾ ഈ cos xനെ പുറത്തെടുക്കുക. ഓക്കെ, cos xനെ പുറത്തെടുക്കാം, cos 3xനെ ഇവിടുന്ന് പുറത്തെടുക്കാം, മേലെ നിന്ന് താഴെ നിന്നാണ് sin 3xനെ പുറത്തെടുക്കുക. ഓക്കെ, അതാണ് മെയിൻ. ഞാനിവിടെ മാർക്ക് ചെയ്ത് തരാം. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഈ 3 സ്റ്റെപ്പ് നിങ്ങൾക്കൊന്ന് വേണ്ട, ഒരു സ്റ്റെപ്പ് മതി കേട്ടോ എക്സ്ട്രാ. ഇവിടെ നോക്കി, ഇവിടുന്ന് മേലെ നിന്ന് cos 3x താഴെ sin 3x അവർ കോമൺ എടുത്താൽ നിങ്ങൾ നോക്കിയാൽ ഈ സാധനം കട്ടായി പോകും അല്ലേ? മേലെയും താഴെയും സാധനം കട്ടായില്ലേ? ആ കട്ടായി കിട്ടാനുള്ള എക്സ്ട്രാ സ്റ്റെപ്പും കൂടി മാത്രമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്പർ നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ഏതാണെന്ന് എടുക്കാൻ തീരുമാനിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇനി ഇങ്ങോട്ടേക്ക് വരാണ് നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ, സ്റ്റാറ്റിസ്റ്റിക്സ്. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എക്സാമ്പിൾ ഏതൊരു ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ എന്ത് അസ്യൂംഡ് മീൻ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതല്ലാതെ മേഘാമിസ് നിങ്ങൾക്ക് ലൈവായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അസ്യൂംഡ് മീൻ അല്ലാതെ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ആൻസർ ചെക്ക് ചെയ്യുക. ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇവിടെ ആൻസറും കൊടുത്തിട്ടുണ്ട്. സെയിം ആൻസർ തന്നെയല്ലേ? ഇതന്നെയല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്? സെയിം സംഭവം. 14.18 14.17 ഇടുക, ആൻസർ കിട്ടി. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഞാൻ വീണ്ടും പറയാണ്, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് പ്രഡിക്ഷൻ. ഓക്കെ, ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ ടഫ് ആയാൽ ഒരാൾക്ക് ലോകത്തിൽ ചിലപ്പോൾ പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റില്ല. ചിലപ്പം ഈസി ആക്കിയാൽ എല്ലാവർക്കും തന്നെ പ്രഡിക്ഷൻ കിട്ടും. ഇതല്ല ഇമ്പോർട്ടൻറ്റ്. ഇത് ഇമ്പോർട്ടൻറ്റ് തിങ് നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് പഠിക്കുക. അതല്ലേ എഡ്യൂക്കേഷൻ്റെ മീനിങ്. ഓക്കെ, നിങ്ങൾ മാക്സിമം പഠിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും. ഓക്കെ, ഒരു പോയിന്റിനപ്പുറം ടഫായി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾ മാക്സിമം പഠിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ഇത്രയും ക്ലാസ്സുകൾ തരുന്നുണ്ട്, ലൈവുകളൊക്കെ ആയിക്കോട്ടെ എല്ലാം. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ്, ഏറ്റവും ബെസ്റ്റ് ക്ലാസ് തരുന്നത്. ഓക്കെ, അത് ഐ എം വെരി അവെയർ. ഓക്കെ, അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കാണാൻ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് +2 ആദ്യം മുതൽ, ഓക്കെ, നിങ്ങൾക്കറിയാം ബാച്ചിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആദ്യം മുതൽ നേരത്തെ കണ്ടു കഴിഞ്ഞ് വരുന്ന കുറേ കുട്ടികളുണ്ട്. അവരിപ്പോൾ റിവിഷനാണ് യൂട്യൂബ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ജോയിൻ ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞത് നിങ്ങൾ +2 പഠിച്ചു തുടങ്ങാനല്ല, അത് തുടങ്ങണം. +2 നിങ്ങൾക്ക് +1 ക്രാഷ് നോട്ട്സ് ഫുൾ ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, +1 നിങ്ങൾക്ക് ബാച്ചിലർ ഫുൾ കാര്യങ്ങൾ കിട്ടും. ഓക്കെ, വിത്തൗട്ട് എനി എക്സ്ട്രാ പൈസ. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വേദന താഴത്തെ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക, ജോയിൻ ചെയ്യുക. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ നോക്കിയിട്ട് കറക്റ്റാക്കി ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു മക്കൾ, ഇത്ര നേരം കണ്ടതിന്. അടുത്ത ആൻസർ കീസും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫൈനൽ എക്സാം. തകർക്കുന്നതായിരിക്കും, അതിൻ്റെ എക്സ്ട്രാ ക്ലാസ്സൊക്കെ നമ്മൾ തരും. ഓക്കെ.